ഫൈൻ ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം തിരുമലയിൽ നിന്ന് 4 കിലോമീറ്റർ മാറി പ്രാരത്ത് മെയിൻ റോഡിൽ നിന്ന് 50 മീറ്റർ മാത്രം മാറി 6 മാസം ഉപയോഗിച്ചിട്ടുള്ള 5 വർഷം പഴക്കമുള്ള ഒരു വീട് വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ റിനോവേറ്റ് ചെയ്ത വീടാണ്. 3 സെന്റിൽ 1300 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള ഈ വീടിന് ചോദിക്കുന്ന വില 53 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. നമുക്കിനി വീടിന്റെ കാഴ്ചകൾ കണ്ടുവരാം. GI സ്ക്വയർ ട്യൂബിൽ ബ്ലാക്ക് കളർ നൽകിയിട്ടാണ് ഇവിടുത്തെ ഗേറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു വിക്കറ്റ് ഗേറ്റുമാണ് നൽകിയിട്ടുള്ളത്. വീടിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മുറ്റം മുഴുവനും നമുക്ക് പാർക്കിംഗ് ടൈലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വശത്തായി മുഴുവനായിട്ട് നമുക്ക് ഗാർഡൻ ഏരിയ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഭാഗത്തായിട്ട് 2 2 വീലർ വയ്ക്കാനുള്ള സ്പേസ് ലഭ്യമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന വാട്ടർ സോഴ്സ് വരുന്നത് കിണറാണ്. അതുപോലെ തന്നെ വാട്ടർ കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിന് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ മെയിൻ ഡോർ വന്നിട്ട് പ്ലാവാണ് നൽകിയിട്ടുള്ളത്. ഇവിടുത്തെ ബാക്കിയുള്ള തടികളെല്ലാം പ്ലാവും ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടുവരാം. വീടിന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് നേരെ കാണുന്നത് ഒരു പാർട്ടീഷനാണ്. ലാമിനേഷൻ ബോർഡിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് ലിവിംഗ് ഏരിയ വരുന്നത്. 15x 13 ലിവിങ്ങിന്റെ സൈസ് വരുന്നത്. നമുക്കിവിടെ വെട്രിഫൈഡ് ടൈലാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ 2 വിൻഡോ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രൊഫൈൽ ലൈറ്റും സർഫസ് ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് വരുന്നത് GMന്റെ സ്വിച്ചസും അതുപോലെ തന്നെ ELCB ഒക്കെ വരുന്നത് ഹാവൽസിന്റെ ബ്രാൻഡാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് വിശാലമായിട്ടുള്ള ഒരു TV യൂണിറ്റ് വരുന്നത്. അതും നമുക്ക് ലാമിനേഷൻ ബോർഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ താഴെയൊക്കെ നമുക്ക് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലായിട്ട് നമുക്കൊരു ക്ലാഡിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ലിവിംഗിൽ നിന്ന് നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. ഡൈനിങ്ങിലേക്ക് വരുന്നതിന്റെ വശത്തായിട്ടാണ് നമുക്ക് അപ്സ്റ്റെയറിലേക്കുള്ള സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയുടെ സൈസ് വരുന്നത് 15x 8 ആണ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു 3 വാളി വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്കൊരു വാഷിംഗ് യൂണിറ്റ് നൽകിയിരിക്കുന്നത്. സെറയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. ഇവിടെയും നമുക്ക് സ്റ്റോറേജ് അവൈലബിൾ ആണ്. നമുക്ക് സ്റ്റെയറിന്റെ താഴെയായിട്ടാണ് ഇൻവെർട്ടറിന്റെ സ്ഥാനം വരുന്നത്. ഇവിടെയും നമുക്ക് ഒരുപാട് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. ഡൈനിങ്ങിൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു ക്ലോസ്ഡ് കിച്ചൺ ആണ് നൽകിയിരിക്കുന്നത്. കിച്ചന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ 2x2 മാറ്റ് ഫിനിഷ് ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് 12x 10 ആണ് സൈസ് വരുന്നത്. കൗണ്ടർ ടോപ്പ് വരുന്നത് നമുക്ക് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സിങ്കും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുഴുവനായിട്ട് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. പുതിയ മോഡലിലുള്ള സ്റ്റോറേജ് ആണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ നനകല്ലും നൽകിയിട്ടുണ്ട്. നമുക്കിനി ബെഡ്റൂമിലെ കാഴ്ചകൾ കണ്ടുവരാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. അതിൽ ഒരെണ്ണം താഴത്തെ നിലയിലും ബാക്കി 2 മുകളിലത്തെ നിലയിലുമാണ്. ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് 13x 10 ആണ്. ഇവിടെ നമുക്ക് വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വിശാലമായിട്ടുള്ള വാർഡ്രോബ് വരുന്നത്. 2 വാളി വാർഡ്രോബാണ് നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു മേക്കപ്പ് സ്റ്റാൻഡ് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ഒരു AC പോയിന്റ് വരുന്നുണ്ട്. ഈ 2 വാളിൽ നമുക്ക് വിൻഡോ അവൈലബിൾ ആണ്. നമുക്കിനി ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത് സെറയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹീറ്ററിന്റെ പോയിന്റ് അവൈലബിൾ ആണ്. മാറ്റ് ഫിനിഷ് ടൈൽ തന്നെയാണ് നമുക്ക് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. നമുക്ക് 5 വർഷം പഴക്കമുണ്ടെങ്കിൽ നമുക്ക് ഫിറ്റിംഗ്സ് എല്ലാം പുതിയ സാധനങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇതേ രീതിയിൽ വേറെ കളർ പാറ്റേണിലാണ് ഈ വീട്ടിലെ മുഴുവൻ വാഷ്റൂമുകളും ചെയ്തിരിക്കുന്നത്. നമുക്കിനി അപ്സ്റ്റെയറിലെ കാഴ്ചകൾ കണ്ടുവരാം. അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. അതുപോലെ തന്നെ സ്റ്റെപ്പിന് ഗ്രാനൈറ്റും അതിന്റെ ഹൈറ്റ് ടൈലുമാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്റ്റെപ്പിന്റെ ലാൻഡിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ ഒരു 2 വാളി വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പറുകോളയും നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ തന്നെ നേരെ കാണുന്ന ഈ ഡോറിനകത്താണ് നമുക്കൊരു ഓപ്പൺ ടെറസ് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ഷീറ്റ് ഇട്ട് കവേർഡ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീന്റെ പ്രൊവിഷൻ വരുന്നത്. അതുപോലെ ഇതുവഴിയാണ് നമുക്ക് റൂഫ് ടോപ്പിലേക്കുള്ള സ്റ്റെപ്പ് നൽകിയിരിക്കുന്നത്. ഇനി ഫസ്റ്റ് ഫ്ലോറിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഇലക്ട്രിക്കൽ കൺട്രോൾസിന്റെ DB ബോക്സ് വരുന്നത്. അതുപോലെ 2 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് റൂമിലുള്ളത്. ഒന്ന് ഇടത് സൈഡിലും ഒന്ന് വലത് സൈഡിലും ആയിട്ടാണ്. ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ 12x 13 ആണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെയും നമുക്ക് വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. AC പോയിന്റ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് വരുന്നത്. 2 വാളി വാർഡ്രോബാണ്. ലാമിനേഷൻ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു മേക്കപ്പ് സ്റ്റാൻഡും അവൈലബിൾ ആണ്. ഈ ബെഡ്റൂമും നമുക്ക് വാഷ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ്. നമുക്കിനി 2ാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകൾ കണ്ടുവരാം. ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ 13x 11 ആണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വലിയൊരു വാർഡ്രോബ് വരുന്നത്. 2 വാളിയാണ് നൽകിയിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു മേക്കപ്പ് സ്റ്റാൻഡ് അവൈലബിൾ ആണ്. AC പോയിന്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2 വാളിൽ 2 വിൻഡോ നമുക്ക് നൽകിയിട്ടുണ്ട്.
ഈ ബെഡ്റൂം നമുക്ക് വാഷ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ബാൽക്കണിയിലെ കാഴ്ചകൾ കണ്ടുവരാം. ബാൽക്കണിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയും വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത് GI-യിലാണ്, ഒരു വുഡൻ പാറ്റേണിലാണ് നൽകിയിരിക്കുന്നത്. അതേ പാറ്റേണിലുള്ള ടൈൽ തന്നെയാണ് നമുക്കിവിടെ ക്ലാഡിങ്ങിന് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ബാൽക്കണിയോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു ഓപ്പൺ ഏരിയ വരുന്നുണ്ട്. ഓപ്പൺ ടെറസിൽ നമുക്ക് വാട്ടർ പ്രൂഫിംഗ് എല്ലാം അവൈലബിൾ ആണ്. റൂഫ് ടോപ്പിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ മുഴുവനായിട്ട് വാട്ടർ പ്രൂഫിംഗ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 750-ന്റെ 2 ടാങ്ക് നൽകിയിട്ടുണ്ട്. സെൽടെക് എന്ന ബ്രാൻഡാണ് നൽകിയിരിക്കുന്നത്. 3 ലെയറാണ് ടാങ്ക് വരുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. 3 സെന്റിൽ 1300 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ചോദിക്കുന്ന വില 53 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനുമായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്